ഇന്നത്തെ വിശേഷം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മകരം 1-ാം തീയതി ആയതുകൊണ്ട് സ്കൂൾ അവധിയാണ്. അത് നമ്മുടെ കുലശേഖരം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അവരുടെ അരങ്ങേറ്റം. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തലയെല്ലാം കെട്ടിക്കൊടുത്തു, അവരെ സെറ്റ് ചെയ്തു. എല്ലാ കുട്ടികളും ക്യാമറ കാണുമ്പോൾ ഒരു ഷൈ ആണ് കുട്ടികളെല്ലാവരും. പിന്നെ വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിശന്നു, അങ്ങനെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ലെൻസ് വയ്ക്കണം കണ്ണിൽ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ലെൻസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വയ്ക്കുന്ന ഒരു ബെത്തപ്പാടാണ് കാണുന്നത്. എൻ്റെ മോൾ വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ബാക്കിയുള്ള കുട്ടികളെല്ലാം ട്രൈ ചെയ്തു, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. മോൾ എന്നോട് ചോദിച്ചു, അമ്മ ഞാനും കൂടെ ചെയ്യട്ടാന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവളും ഓക്കെ പറഞ്ഞു. മേക്കപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ടേ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ലെൻസ് വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ അതാ മോക്ക് മേക്കപ്പ് തുടങ്ങി. എന്നാൽ ഇവിടെ ലെൻസിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഇച്ചിരി പാടുള്ള പണി തന്നെയാണ്. തീരെ കുഞ്ഞു കുട്ടികളും കൂടെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പുറത്തെന്തായാലും മേക്കപ്പൊക്കെ നടക്കുന്നുണ്ട്, മോള് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താ വിശേഷമെന്ന് പോയി നോക്കാം. 2 ചേട്ടന്മാരാണ് മേക്കപ്പിനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വരാം. ഞാനവിടെ എത്തിയപ്പോൾ മോക്ക് തുടങ്ങി. ഇത് 2ാമത്തെ ചേട്ടനാണ്. ആകെ 2 ചേട്ടന്മാരാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. അതിലിപ്പോൾ ഒരു ചേട്ടൻ പുട്ടിയൊക്കെ ഇട്ട് ഫസ്റ്റത്തെ കോട്ടൊക്കെ ഇട്ടെങ്കിൽ വിടും. 2ാമത്തെ ഈ ചേട്ടനാണ് ഐബ്രോയും ഐയും ഒക്കെ ഫില്ല് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുട്ടികൾ ഡാൻസിന് ഒരുങ്ങി നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. മോള് മാത്രമല്ല, എല്ലാ കുട്ടികളും ഡാൻസിന് പ്രത്യേകിച്ച് അറിയാമല്ലോ. പ്രത്യേകിച്ച് ഡാൻസ് കളിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അവരെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. പിന്നെ മോക്ക് ഏതാണ്ടൊക്കെ ഉള്ള മേക്കപ്പൊക്കെ തീരാറായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. മോളുടെ ഡാൻസ് ക്ലാസ്സിലുള്ള മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അതിഥിയുടെ. അപ്പോൾ അതിഥിയുടെ അമ്മയും അച്ഛനൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് മോളുടെ ഡാൻസ് നേരിട്ട് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ അരങ്ങേറ്റം നടക്കുന്ന അന്ന് തന്നെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ, ഐസ്ക്രീം കേക്കായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു പരിമിതികളുണ്ടായിരുന്നു കഴിക്കുന്നതിൽ. പിന്നെ നമ്മൾ അമ്പലത്തിൽ എത്തി. അവിടെ ഏതാണ്ട് കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പേരൻസും കുട്ടികളും അവരുടെ റിലേറ്റീവും ഒക്കെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് കുട്ടികളെ കൊണ്ടുപോയി തൊഴിയിക്കണം. അങ്ങനെ ഞങ്ങൾ തൊഴാനായിട്ട് അമ്പലത്തിനകത്ത് പോയി അവരെ തൊഴിയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മണ്ഡപത്തിൽ വന്നിട്ട് അവർക്കവിടെ നമസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ നമസ്കാരം ചെയ്യാനായിട്ട് എല്ലാവരും നിരത്തി നിൽക്കുകയാണ് എല്ലാവരും. പക്ഷെ അത് കാണാൻ തന്നെ നല്ല ഒരു കണ്ണിനൊരു കുളിർമയുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ അശ്വതി എത്തി. അപ്പോൾ അശ്വതി എല്ലാവർക്കും ക്ലാസ് കൊടുക്കുകയാണ്. അശ്വതി ക്ലാസ് കൊടുക്കുന്നതിനോടൊപ്പം കരയുന്നുമുണ്ട്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെ അവരുടെ ഡാൻസിൻ്റെ സ്ലോ ഒക്കെ പാടി അവർ അരങ്ങേറ്റത്തിനുള്ള സ്റ്റാർട്ടിങ്ങായി. ഇപ്പോൾ ഇത് ഓരോ കുട്ടികളായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാറായിട്ടുണ്ട്.
ഒരുപാട് കുട്ടികളുടെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇത് മോളുടെ ഡാൻസാണ്. മോൾക്ക് ഈ വർഷം നമ്മൾ പുതിയ ഡ്രസ്സാണ്, കോസ്റ്റ്യൂമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. റെഡും സ്കൈ ബ്ലൂ ആണ്. അപ്പം മുന്നത്തേത് മോൾക്ക് ചെറുതായി. അപ്പോൾ മോളിപ്പോൾ 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു അങ്ങോട്ടുള്ള കുറച്ച് വർഷത്തേക്ക് ഇനി ഇത് മതി. അത്രയ്ക്ക് വലുതായിട്ടാണ് ഇത് തയ്ച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഡാൻസ് കളിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, ഇതിലേത് കളറാണ് നല്ല കളറെന്നുള്ളത്. എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമാണ്, പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അവസാനം ഡാൻസൊക്കെ ഏതാണ്ടൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ നട്ടുവം പരമശിവ മേനോൻ സാറിൻ്റെ മകനായ ഉണ്ണി സാറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു അവാർഡ് മൊമൻറ്റോ ഇന്ന് വാങ്ങാനായിട്ട് സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.